കൊല്ലം വിജിലൻസ് കോടതി തന്ത്രി കണ്ഠരർ രാജീവർക്ക് ജാമ്യം നൽകി. സർ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണല്ലോ. സാറാണിത് ആദ്യം, VHP ആണിത് ആദ്യം പറഞ്ഞത് തന്ത്രി കുറ്റക്കാരനല്ല എന്നുള്ളത്. ഇപ്പൊ കോടതിയുടെ വിധിയും അതിനെ തന്നെ ന്യായീകരിക്കുന്നു സർ. അതിനെ കുറച്ച് തന്ത്രി കുറ്റക്കാരനല്ല എന്ന് VHP പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ആര് കുറ്റം ചെയ്താലും അവര് ഡ്യൂ കോഴ്സ് ഓഫ് പ്രോസസ്സിൽ കൂടി കടന്നു പോകണം, അത് തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ കേസിനകത്ത് ജനുവരി മാസം 11-ാം തീയതിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. ആ ദിവസം തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിന് വേണ്ടി ഞാനൊരു പ്രസ്താവന കൊടുത്തിരുന്നു പത്രമാധ്യമങ്ങളിൽ. ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത നടപടി രാഷ്ട്രീയ പ്രേരിതമാണ്. അത് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് എന്നുള്ളതും ആ പത്രപ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. എല്ലാ പത്രങ്ങളും, പ്രത്യേകിച്ച് ജന്മഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ പത്രങ്ങളും അത് പൂർണ്ണമായും പ്രസിദ്ധീകരിച്ചതാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ 2-3 കാരണങ്ങളാലാണ് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞത്. ഒന്നാമത്തെ കാരണം നമുക്കറിയാം, ശബരിമലയിലെ യുവതീ പ്രവേശന സമയത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ. ആ സമയത്ത് യുവതികളെ ശബരിമലയിൽ കയറ്റുന്നതിന് വേണ്ട പിന്തുണ നൽകാത്ത കാരണത്താല് തന്ത്രിയോട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വലിയ വിരോധമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം ആ തന്ത്രി എതിരായിട്ടുള്ള നിലപാടെടുത്ത് ഞാൻ നട അടച്ചിടും എന്ന് പറഞ്ഞപ്പോൾ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ ഒരു പ്രസംഗം നടത്തി. ഈ തന്ത്രിയുടെ കോന്തലയിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒന്നല്ല ശബരിമലയുടെ താക്കോൽ എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു പത്രസമ്മേളനത്തിൽ സമാന സാഹചര്യത്തിലുള്ള ചില അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ തന്ത്രിയെ വിമർശിച്ചുകൊണ്ട് ചില പ്രസ്താവനകൾ നടത്തി. ഈ 2 കാരണത്താല് തന്ത്രിയോട് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയ വിരോധമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ 2026 ജനുവരി മാസം 11-ാം തീയതി വരെ ഹൈക്കോടതിയിൽ ധാരാളം പ്രാവശ്യം SIT പലവിധമായ റിപ്പോർട്ടുകളും കൊടുത്തിരുന്നു. പ്രത്യേകിച്ച് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷയിന്മേല് SIT കൊടുത്ത റിപ്പോർട്ടിൽ യാതൊരു രീതിയിലും തന്ത്രി കുറ്റക്കാരനാണെന്നുള്ള ഒരു പരാമർശവും ഉണ്ടായില്ല. പക്ഷെ ആ സമയത്താണ് ഈ ശങ്കർദാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ ഹൈക്കോടതി ചോദിച്ചു. ആ സമയത്ത് തിരക്ക് പിടിച്ചുകൊണ്ട് നാളിതുവരെ പിക്ചറിൽ ഇല്ലാതിരുന്ന തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. ഞാൻ കൊടുത്ത പ്രസ്താവനയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. തന്ത്രിയെ ശബരിമലയിലെ തന്ത്രിയോട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കൃത്യമായ രാഷ്ട്രീയപരമായിട്ടും അല്ലാത്ത രീതിയിലുള്ള എതിർപ്പും വെറുപ്പുമുണ്ട്. അക്കാരണത്താലാണ് യാതൊരു വിധമായ ബന്ധവുമില്ലാത്ത അല്ലെ യാതൊരു വിധമായ തെളിവുമില്ലാതെ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്ന് വളരെ കൃത്യമായി സൂചിപ്പിക്കുകയുണ്ടായി. അതാണ് ആദ്യമായിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഹൈന്ദവ സംഘടന ഇത് രാഷ്ട്രീയ പ്രേരിതമായ അറസ്റ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വ ഹിന്ദു പരിഷത്ത് തന്നെയാണ്. അതാണിപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിലെ ജഡ്ജിയായിട്ടുള്ള ശ്രീ മോഹിത് അദ്ദേഹത്തിന്റെ ഇന്നലെ തന്ത്രിക്ക് ജാമ്യം കൊടുത്തുകൊണ്ട് പുറപ്പെടുവിച്ച 94 പേജുള്ള ആ ജാമ്യത്തിന്റെ ഉത്തരവിനകത്ത് ഏത് കാരണത്താലാണ് തന്ത്രി ജാമ്യത്തിന് അർഹനായത് എന്ന് അദ്ദേഹം സവിസ്തരം വിസ്തരിച്ചെഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഈ 2 കാരണങ്ങളാണ് എടുത്തു പറഞ്ഞത്. ഒന്ന്, അറസ്റ്റ് ചെയ്യുന്ന തീയതി വരെ തന്ത്രിയെ പറ്റി യാതൊരു വിധമായ സൂചനയും പരാമർശവുമില്ല. 2, കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല എങ്കിലും വലിയ സ്വാധീനമുള്ള പലർക്കും ശബരിമലയില് ദിവസവും നട തുറക്കണം എന്ന് മുഖ്യമന്ത്രിയുടെ ആവശ്യം, അതുപോലെ തന്നെ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന ആവശ്യം, ഇത് 2ഉം തന്ത്രി രാജീവരെ തള്ളിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിനോട് വിരോധമുണ്ട്. അതുകൊണ്ട് കള്ളക്കേസിൽ പെടുത്തിയതാണ്, അതുകൊണ്ട് ജാമ്യം അനുവദിക്കുന്നു എന്നാണ് പറഞ്ഞത്. സർ, ഇതിപ്പോ യുവതീ പ്രവേശനത്തിന്റെ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി അത് പുനഃപരിശോധിക്കാൻ ഇരിക്കുന്ന ഒരു സമയം കൂടിയാണ് സർ. അപ്പൊ അതും കൂടി മുൻകണ്ടിട്ട് കൊണ്ടായിരിക്കുമോ സർ ഇത് അവര് ഇപ്പൊ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു അറസ്റ്റിന്റെ നീക്കത്തിലേക്ക് പോയത്? അല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം SIT-യെ ഹൈക്കോടതി നിയമിച്ചതാണ് എങ്കിൽ പോലും അത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഒരു സംവിധാനം ആയതുകൊണ്ട്, ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രി ആയതുകൊണ്ടും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് SIT-ക്ക് കിട്ടുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇതിന്റെ അന്വേഷണം തുടക്കം മുതൽ തന്നെ അന്വേഷണം നോക്കുകയാണെങ്കിൽ ഒരു മന്ത്രിയിലേക്ക് ഇതിന്റെ അന്വേഷണം നീളേണ്ടതുണ്ട്. ആ മന്ത്രിയിലേക്ക് അന്വേഷണം പോവുകയാണ് എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനും അറിയാം. അക്കാരണത്താലാണ് ഈ സംഭവങ്ങളെ ഇങ്ങനെ തന്ത്രിയിൽ ഒതുക്കി നിർത്തണം, മന്ത്രിയിലേക്ക് ഇതിന്റെ അന്വേഷണം പോകരുത് എന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നത്. മന്ത്രി എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിലെയും കുറെ മന്ത്രിമാരുടെയും വലിയ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ പേരുകളും ഇതിൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് സർ. മുഖ്യമന്ത്രി മാത്രമല്ല. അപ്പോ അവരുടെ പ്രതിച്ഛായയും കൂടി രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ലേ സർ ഈ പെട്ടെന്നുള്ള ഒരു അറസ്റ്റ്, ദിശ തിരിച്ചു വിടുക എന്നുള്ളൊരു കാരണത്താൽ?
അതെ, തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങളിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാവാൻ സാധ്യതയുള്ള CPM തന്നെയാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് UDF എന്ന് വെച്ചാൽ കേരളത്തിലെ പ്രതിപക്ഷ മുന്നണിയിലെ ചില ആൾക്കാർക്കും ഇതുമായി ബന്ധമുണ്ട്. അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആൾക്കാർ, ആന്റോ ആന്റണി ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ തന്നെ ഇതിനകത്തെ കഥാപാത്രങ്ങളാണെന്ന് പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്. സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധം ഇതുമായിട്ടുണ്ട്. പക്ഷെ എന്തു പറഞ്ഞാലും ആ ഇടത് മുന്നണിക്കാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാകുന്നത്. കാരണം അവരുടെ പ്രബലരായ രണ്ട് നേതാക്കന്മാരാണ് ഓൾറെഡി ജയിലിലായത്. അതേപോലെ ഇനി ജയിലിലാവാനിരിക്കുന്നവരും CPM-മായി അടുത്ത ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് അവർക്ക് ഡാമേജ് കുറയ്ക്കാൻ വേണ്ടി ആ ഒരു മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. പിന്നെ ഇതില് നമ്മുടെ ജഡ്ജ്മെന്റ് വന്നപ്പോൾ അതിലൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തന്ത്രി ആദ്യമേ പറയുന്നുണ്ട് ദേവസ്വം ബോർഡിന്റെ ജഡ്ജ്മെന്റിന്റെ അവർ കൊടുക്കുന്ന ഓർഡേഴ്സിന്റെ മുകളില് ഇദ്ദേഹത്തിന് ഒരു ജസ്റ്റിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റൽ റൈറ്റോ ഇല്ല. അത് കാരണം അദ്ദേഹം മൗനം പാലിച്ചതാണ്. പക്ഷെ ആ മൗനം പാലിച്ചതിന്റെ പുറത്താണ് SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിനെ. അപ്പൊ അതൊരു വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമല്ലേ സർ? അതെ, ഇന്ന് വരെ ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഈ മൗന സമ്മതത്തിന് വേണ്ടി ആരെങ്കിലും പ്രതിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് തന്ത്രിയെ തന്നെയാണ്. അദ്ദേഹം മാസ്റ്ററിൽ ഒപ്പിട്ടില്ല, അനുജ്ഞ നൽകിയില്ല. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവായ രണ്ട് കാര്യങ്ങളല്ല. അനുജ്ഞ നൽകിയില്ല, അതുപോലെ തന്നെ ആ മാസ്റ്ററിൽ ഒപ്പിട്ടിട്ടില്ല. ഇത് രണ്ടുമാണ് അദ്ദേഹത്തിന്റെ മേൽ ആരോപിച്ചിട്ടുള്ള കുറ്റങ്ങൾ. അത് രണ്ടും നിലവിലുള്ള സാഹചര്യത്തിൽ ഇന്ത്യയുടെ തെളിവ് നിയമം അനുസരിച്ചുകൊണ്ട് തെളിയിക്കാൻ പ്രയാസമുള്ളതാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ SIT ഈ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും പ്രീതിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. ഇത് ഈ ഒരു അറസ്റ്റ് കഴിഞ്ഞു സർ. അദ്ദേഹത്തിന് ഇപ്പൊ ജാമ്യത്തിൽ വിട്ടു. വിശ്വാസികളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത അറസ്റ്റ് ആണോ? അതൊരു ചോദ്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കാരണം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സൂക്ഷിക്കുന്ന ഹിന്ദുക്കളുടെ അവർക്ക് നേരെ പ്രയോഗിച്ച ഒരു ആയുധമായിട്ടാണോ ഇത് കാണുന്നത്? പിന്നെ രണ്ടാമത്തെ ചോദ്യം ഇതിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസികൾ ഇതിനെ എങ്ങനെ കാണുന്നു? ഇപ്പൊ കുറച്ച് വിശ്വാസികളൊന്നും ഇത് വിശ്വസിച്ചിട്ടില്ല. ഐ മീൻ കുറെ പേര് വിശ്വസിച്ചു എന്നുള്ളതാണ്. നമ്മൾ കാണുന്ന കുറെ പോസ്റ്റുകളും അവർ തന്ത്രി കുറ്റക്കാരനാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് പോസ്റ്റുകൾ ഇട്ട് തുടങ്ങിയിരുന്നു. അപ്പോ അവരെ എങ്ങനെ ബാധിക്കും? അവരെന്തായിരിക്കും ഇതിനെ കുറിച്ച് ചിന്തിക്കുക? ഇനി ഇപ്പൊ ഇങ്ങനെ ഒരു വിധി വന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും പൊതുസമൂഹത്തിൽ ആരും കാണുന്നില്ല. കാരണം ഇതൊരു പബ്ലിക് ഡോക്യുമെന്റ് അല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായതുകൊണ്ട് അവരോട് നേരിട്ടാണ് ഇതിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം ബന്ധപ്പെടുന്നത് കൊണ്ടും ഇത് ബാഹ്യമായിട്ട് അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളിൽ വരുന്ന അറിവുകൾ മാത്രമേ എല്ലാവർക്കും ഉള്ളൂ. കുറച്ച് ആൾക്കാരൊക്കെ തന്ത്രി കുറ്റക്കാരനാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടാവാം. പക്ഷെ മിനിഞ്ഞാന്ന് കൊണ്ട് ആ ചിത്രം ഏകദേശം പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. കാരണം തന്ത്രിയെ കുരുക്കിയതാണ്, തന്ത്രി ഈ കേസിൽ കളവായി വേട്ടയാടുകയാണ് എന്ന് എല്ലാവർക്കും ഏകദേശം മനസ്സിലായതുകൊണ്ട് ഇനിയും അതുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ സർ, കോടതി ശബരിമല ഈ കേസിന്റെ ഇതില് തന്ത്രിക്ക് ജാമ്യം നൽകി. പക്ഷെ ഇതൊരു വലിയൊരു നാണക്കേട് SITക്കും മുഖ്യമന്ത്രിക്കും ഈ ഗവൺമെന്റിനും ഉണ്ടാക്കിയില്ലേ? നാണമുള്ളവർക്കല്ലേ നാണക്കേട് ഉണ്ടാകത്തുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അവർ ഇപ്രകാരമൊക്കെ എന്തായാലും ഒരു കള്ളം കാണിച്ചാൽ, അധാർമികമായിട്ടൊരു കാര്യം കാണിച്ചാൽ ഒരു ദിവസം അത് പിടിക്കപ്പെടുമല്ലോ. ഇത് ചെയ്യുമ്പോൾ തന്നെ അവർക്കറിയാം നാളെ ഇതുമായി അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും എന്ത് നാണം കെട്ടാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തള്ളിക്കൊണ്ട് പോകുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ അവർക്കുള്ളൂ. അതുകൊണ്ട് നാണക്കേടിന്റെ ഒന്നും പ്രശ്നം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷെ SIT എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അവർക്ക് ഇങ്ങനെ എടുക്കാൻ ഒരു തെളിവുകളും ഇല്ലാന്ന് കോടതി തന്നെ പറഞ്ഞു. ഒരു തെളിവ് ഇല്ലാതെയാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള ആദ്യം തന്നെ പറയുന്നുണ്ട്. അപ്പൊ SITക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റും സർ? അതൊരു അങ്ങനെ 41 ദിവസം അദ്ദേഹത്തെ തടവിൽ വെച്ചു. അത് അങ്ങനെ ചെയ്യാൻ പാടുമോ? എന്ത് ഗവൺമെന്റിന്റെ ഓർഡർ ആയാലും അങ്ങനെ ചെയ്യാൻ പാടുമോ സർ? ഗവൺമെന്റിന്റെ ഓർഡർ ഒന്നും അല്ലല്ലോ. അത് നിയമപ്രകാരം ഒരാളെ ഒരു കുറ്റ ആരോപണം മാത്രമാണ്. ഇപ്പോൾ കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞ് കോടതിയിലെ ട്രയൽ നടന്നു കഴിയുമ്പോൾ മാത്രമേ അദ്ദേഹം നിരപരാധിയാണോ അപരാധിയാണോ എന്ന് തെളിയിക്കാനൊക്കത്തുള്ളൂ. ഇത് പ്രഥമ ദൃഷ്ടി അദ്ദേഹത്തിനെതിരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു ഒരു FIR ഇട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ജയിലിലിടുന്നു. അത് പിന്നീട് തെളിയിക്കേണ്ട കാര്യങ്ങളാണതല്ലേ. സർ, എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറ് വക്കീലാണ്. വക്കീൽ എന്ന നിലയിൽ കോടതിയുടെ ഈ വിധി സർക്കാരിനെ പോലീസിന്റെ അനാവശ്യ ഇടപെടലുകളുള്ള കൃത്യമായിട്ടുള്ള മറുപടി അല്ലേ? സാർ എന്ത് പറയുന്നു? വിധിയല്ല, ഇതൊരു ഓർഡറാണ്. വിധിയും ഓർഡറും തമ്മിൽ രണ്ടാണ്. ഇത് താൽക്കാലികമായ ഒരു ജാമ്യാപേക്ഷയിൽ പറഞ്ഞ ഒരു ഉത്തരവ് മാത്രമാണ്, ഒരു ഓർഡർ മാത്രമാണ്. അക്കാരണത്താല് തന്ത്രിയെ കുറ്റവിമുക്തനാക്കാനൊന്നും സാധിക്കില്ല. കാരണം ഇനി വേണമെങ്കിലും തന്ത്രിക്കെതിരെയുള്ള തെളിവുകളെ SITക്ക് കണ്ടുപിടിക്കാം.
തെളിവുകൾ ശേഖരിക്കാം. ഇത് ഇന്നലെ വരെയുള്ള ചില രീതികൾ അനുസരിച്ചാണ് കോടതി ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്തത്. അത് ഒത്തിരി മാനദണ്ഡങ്ങളുണ്ട്. അദ്ദേഹം തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കില്ല, അദ്ദേഹം ഇന്ത്യ വിട്ടുപോകാൻ ശ്രമിക്കില്ല, അദ്ദേഹം സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കില്ല തുടങ്ങിയ കോടതിയുടെ വിലയിരുത്തൽ അടിസ്ഥാനത്തിൽ ഒരാളെ ബെയിൽ ഈസ് ദ റൈറ്റ് എന്നാണ്, നോട്ട് ജയിൽ. അതുകൊണ്ട് അങ്ങനെ ഓക്കെ. നമുക്ക് പറയാൻ സാധിക്കില്ല. ഇനി വേണമെങ്കിലും SITക്ക് ഇദ്ദേഹത്തിനെതിരെ തെളിവുകൾ വേണമെങ്കിൽ കണ്ടെത്താം. പക്ഷെ നമ്മുടെയൊക്കെ ചിന്താഗതി അനുസരിച്ചുകൊണ്ട് അദ്ദേഹം നിരപരാധിയാണ്. ഒരു നിരപരാധിയെ പോലും ഇപ്രകാരം ജയിലിലിട്ട് പീഡിപ്പിക്കരുത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരെ വേണമെങ്കിലും, ഇപ്പൊ തന്ത്രി കുറ്റക്കാരനാണെങ്കിൽ കൃത്യമായ എവിഡൻസ് അദ്ദേഹത്തിനെതിരെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചാൽ ആരും എതിര് പറയില്ല. പക്ഷെ ഇത് അപ്രകാരമല്ല എന്ന് തുടക്കം തൊട്ട് തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങളുടെ സംഘടന ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഇറക്കി ഈ തന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണ്.